5 ഗണിത ചോദ്യങ്ങൾ ഉത്തരം കാണാനുള്ള വളരെ സിമ്പിൾ മെത്തേഡ്സ് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, ഒരു ബസ് യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ ശരാശരി 20 കിലോമീറ്റർ പെർ അവർ വേഗതയിലുമാണ് സഞ്ചരിച്ചത്. മുഴുവൻ യാത്രയിലെ ശരാശരി വേഗത എത്ര? അപ്പൊ ശരാശരി വേഗതയാണ് കണ്ടുപിടിക്കേണ്ട ചോദ്യം. അതില് തന്നിട്ടുള്ള എന്താ? ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം അതിന്റെ ശരാശരി വേഗത 30 കിലോമീറ്റർ, അടുത്ത 120 കിലോമീറ്റർ ശരാശരി 20 കിലോമീറ്റർ. അപ്പോൾ ആകെയുള്ള ശരാശരി വേഗതയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? രണ്ടും ഒരേ ദൂരമാണ്, 120 കിലോമീറ്റർ. ശരാശരിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഉത്തരം വളരെ സിമ്പിളായി ചെയ്യാം. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞെന്താ? ഒരേ ദൂരമാണ്, വേഗത വ്യത്യസ്തം. ആകെയുള്ളതിന്റെ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അതെന്താന്ന് അറിയോ? ഇതാ 2ab by a plus b. ഇതിൽ a എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ വേഗത. a ആദ്യ വേഗത, b രണ്ടാമത്തെ വേഗത. ഇത് ശരാശരി. അപ്പോ 2 ഇൻറ്റു a എത്രയാണ്? ആദ്യത്തത് 30 കിലോമീറ്റർ. അപ്പൊ 30 ഗുണിക്കണം രണ്ടാമത്തത് 20 ബൈ 20 പ്ലസ് 30 എന്നോ 30 പ്ലസ് 20 എന്നോ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ ഇത് എത്ര വരും? 2 ഗുണിക്കണം 30 ഗുണിക്കണം 20 ബൈ 50. ഇത് വെട്ടി 30നെ 5 കൊണ്ട് വെച്ച 6, 2 ഗുണിക്കണം 6 12 ഗുണിക്കണം 2 24 കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ ശരാശരി വേഗത. സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം, 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 ദശാംശ രൂപം എന്ത്? 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 ദശാംശ രൂപം എന്ത്? അതിന്റെ 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണേണ്ട എന്താണ്? 1/2 1/4 1/8 1/16 കൂടെ കൂട്ടണം. 1/2 പ്ലസ് 1/4 1/8 പ്ലസ് 1/16. ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? ഒറ്റയടിക്ക് പറയാൻ കഴിയണം. ഇതേ ക്രമത്തിൽ പോകുമ്പോ ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഇവിടെ ചെയ്തെന്താണ്? 16. അതിൽ നിന്ന് ഒന്ന് കുറച്ചത് എത്രയാ? 15/16. അധികം ഒന്ന് ആലോചിച്ച് നിൽക്കരുത്. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 സമം പെട്ടെന്ന് തന്നെ എഴുതി കൂടാ 15/16. ഇനി ഇതില്ല, 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 ആണെങ്കിലോ ഇതുവരെയുള്ള ഉത്തരം എത്ര വരും? 8ൽ നിന്ന് ഒന്ന് കുറക്കുക. എത്രയാ? 7 അല്ലേ? 7/8 ആണ്. 1/2 1/4 1/8 കൂടെ കൂട്ടിയാൽ 1/2 1/4 കൂടെ കൂട്ടിയാലോ 4ൽ നിന്ന് ഒന്ന് കുറക്കുക. എത്രയാ? 3/4. അത് അങ്ങോളം എത്രയാണെങ്കിലും അവസാനത്തെ ഭിന്നസംഖ്യയുടെ ഛേദത്തിൽ നിന്ന് ഒന്ന് കുറച്ച് ബൈ ആ ഛേദം എഴുതിയാൽ അതിന്റെ ഉത്തരേ സങ്കലനം തുക കാണും. ഓക്കെ, അപ്പൊ ഇവിടെ 15/16. ഇനി 15നെ 16 കൊണ്ട് ഹരിച്ചു നോക്കാം. 15 അടങ്ങില്ല. അപ്പൊ ഇവിടെ ഒരു 0 അല്ലേ? ദശാംശം 9 16 144 6 ബാക്കി 60. 60ല് 3 പ്രാവശ്യം 3 16 48 12 120. 120ല് 7 112. 120ൽ നിന്ന് 12 കുറച്ചാൽ 8 പിന്നെ 0. 80ല് 16 5 പ്രാവശ്യം. അപ്പം 5 16 80. 0.9375 ഈ ചോദ്യത്തിന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് 9375.
ഓക്കെ, അടുത്ത ചോദ്യം. 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/√4 ഹോൾ സ്ക്വയറിന്റെ വില എത്ര? 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/√4 ഹോൾ സ്ക്വയറിന്റെ വില എത്ര? 1/2 ഹോൾ സ്ക്വയർ പ്ലസ് 1/√4 ഹോൾ സ്ക്വയറിന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. 1/2 സ്ക്വയർ എത്ര വരും? 1 സ്ക്വയർ ബൈ 2 സ്ക്വയർ അല്ലേ? അത് 1/4 പ്ലസ് 1/√4 സ്ക്വയർ 1 സ്ക്വയർ 1 ബൈ √4 സ്ക്വയർ എത്രയാ? അത് 4 തന്നെ. ഇനി 1/4 1/4 കൂടെ കൂട്ടിയാൽ 2/4 അഥവാ 1/2. ഓക്കെ, അടുത്ത ചോദ്യം. 2.5 ഗുണിക്കണം 23 മൈനസ് 1.5 ഗുണിക്കണം 23. 2.5 ഗുണിക്കണം 23 മൈനസ് 1.5 ഗുണിക്കണം 23. 2.5 ഗുണിക്കണം 23 മൈനസ് 1.5 ഗുണിക്കണം 23. ഈ കണക്ക് ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വരുമോ? 2.5 23 കൊണ്ട് ഗുണിച്ച് പിന്നെ 1.5 23 കൊണ്ട് ഗുണിച്ച് എന്നിട്ട് ഇങ്ങനെ കുറച്ച് കണ്ടൊക്കെ ചെയ്യണം. ഒന്നും ആവശ്യമില്ല. രണ്ടിലും പൊതുവായുള്ള സംഖ്യ എന്താ? 23 അല്ലേ? അതിന് പുറത്തേക്ക് എടുക്കാം. പിന്നെ ബാക്കി എന്താ ഉള്ളത്? 2.5 മൈനസ് 1.5. 2.5 നിന്ന് 1.5 കുറച്ച് എത്രയാ? 1 അല്ലേ? 23 ഗുണിക്കണം 1 എത്രയാ? 20. ഇത് ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സ് ചെയ്യാട്ടോ. ഉടനെ മനസ്സിൽ വരിക രണ്ടിലുണ്ടല്ലോ പൊതുവായി 23. 23 ഗുണിക്കണം 2.5 നിന്ന് 1.5 കുറക്കുക 1 കിട്ടും. 23 ഗുണിക്കണം 1 23 എന്നുള്ളത് ഒറ്റയടിക്ക് ഉത്തരം എഴുതിയേക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. 1/100ന്റെ 12 1/2 മടങ്ങ് എത്ര? 1/100ന്റെ 12 1/2 മടങ്ങാണ് കാണേണ്ടത്. 1/100 ഗുണിക്കണം 12 1/2 സമം 1/100 ഗുണിക്കണം 12 1/2 എത്രയാ? 2 12 24 1 25/2. 25ന് 100 4 കിട്ടി. ഇവിടെ 1 കിട്ടി. 1 1 2 4 1/8 ആണ് അതിന്റെ ഉത്തരം.